നമസ്കാരം. നമ്മുടെ രാജ്യത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രാലയമുണ്ട്, ആഭ്യന്തര മന്ത്രാലയമുണ്ട്, അങ്ങനെ നിരവധി മന്ത്രാലയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ സംസ്ഥാന പോലീസുകളുണ്ട്. ഇനിയിപ്പോൾ സെൻട്രൽ പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉടൻ വരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ ഏതാനും നാൾ മുൻപ് കേട്ടു. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണത്തിൽ തന്നെ, സമ്പൂർണ്ണമായ നിയന്ത്രണത്തിൽ തന്നെ. പിന്നെ ഈ അതിർത്തി പ്രദേശങ്ങളൊക്കെ തന്നെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കൂടി നിയന്ത്രണത്തിലാണ്. പ്രത്യേകിച്ചും ജമ്മു ആൻഡ് കാശ്മീർ, പഞ്ചാബ്, ഗുജറാത്ത് തുടങ്ങിയ പാകിസ്ഥാൻ അതിർത്തികൾ, അതുപോലെ അരുണാചൽ പ്രദേശ്, ബംഗാൾ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളൊക്കെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കൂടി നിയന്ത്രണത്തിലാണ്. അപ്പോഴാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉറക്ക വിളിച്ചു പറയുന്നത്, ഈ കാശ്മീരിലെ മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളുടെയും സുരക്ഷാ ഏകോപനത്തിന്റെയും ചുമതലയും ഉത്തരവാദിത്വവും ഞാൻ, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി, ഏറ്റെടുക്കുന്നു. കഴിഞ്ഞ ദിവസം ചെനാബിൽ ഏറ്റവും ഉയർന്ന റെയിൽവേ മേൽപ്പാലം, ആർച്ച് പാലം ഉദ്ഘാടനം ചെയ്ത ആ ഒരു സമയത്താണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഇവിടെ വികസനവും സുരക്ഷയും മറ്റു കാര്യങ്ങളുമൊക്കെ എന്റെ ഉത്തരവാദിത്വം, അതായത് മറ്റു മന്ത്രാലയങ്ങൾ ഉണ്ട്, എന്നാൽ പോലും പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്കാണ് ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ, ജമ്മു കാശ്മീരിലെ പ്രദേശങ്ങളുടെയൊക്കെ സുരക്ഷയുടെ പൂർണ്ണ ഉത്തരവാദിത്വം. കാരണം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഈ പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റവും ആക്രമണവും ഭീകരാക്രമണവും അടക്കം നിരവധി പ്രതിസന്ധികൾ നേരിടുന്ന ഒരു പ്രദേശമാണ് ജമ്മു ആൻഡ് കാശ്മീർ. കാശ്മീർ കുറേയൊക്കെ ശാന്തമായിട്ടുണ്ട്, എന്നാൽ പോലും അവിടെ അല്പം പ്രതിസന്ധിയും അതുപോലെ തന്നെയുള്ള ബുദ്ധിമുട്ടുകളും ജനങ്ങൾക്ക് ചില പ്രദേശങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഈ POKയിലും മറ്റ് മേഖലകളിലും ഒക്കെ തന്നെ ഉണ്ടാകാറുണ്ട്, നമുക്കറിയാം. അപ്പം ആ പ്രദേശത്തടക്കം സൈന്യത്തിന്റെ, അവിടുത്തെ ജമ്മു ആൻഡ് കാശ്മീർ പോലീസിന്റെ, അതുപോലെ മറ്റ് BSFന്റെ അതടക്കമുള്ള ആ ഒരു നടപടിക്രമങ്ങളിലൊക്കെ തന്നെ ഏകോപനം നടത്തുന്നതും അതുപോലെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്നതും അതിനുവേണ്ട സുരക്ഷ ഒരുക്കുന്നതുമൊക്കെ PMO ആണ് ഇനി, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസാണ് ഇനി ചെയ്യുന്നത്. എത്ര സധൈര്യമാണ് ഈ ഒരു തീരുമാനം അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇവിടെയും ഇതിനു മുൻപും പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ പോയിട്ട് ഒരു ജില്ലയുടെ സുരക്ഷ പോലും ഏറ്റെടുക്കാനുള്ള തന്റെ ഇടമില്ലാത്ത, ഒന്നും മിണ്ടാത്ത, മദാമ്മമാരുടെ ഒക്കെ തന്നെ അടിപ്പാവാട കഴുകുന്ന പ്രധാനമന്ത്രിമാരെയാണ് നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വിദേശ ശക്തികളുടെ പണം വാങ്ങി രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ആദ്യ പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇച്ഛാശക്തിയും തന്റെ ഇടവുമുള്ള പ്രധാനമന്ത്രിമാർ വളരെ കുറച്ചു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു പ്രദേശത്തിന്റെ സുരക്ഷ ഞാൻ ഏറ്റെടുക്കുന്നു, എന്റെ രാജ്യത്തിന്റെ സുരക്ഷ എന്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ കശ്മീരിലെ ജനങ്ങളുടെ സുരക്ഷയും വികസനവും പുരോഗതിയും എന്റെ ലക്ഷ്യമാണ്, എന്റെ ജീവിത വ്രതമാണ്. വികസനം എന്നത്, പുരോഗതി എന്നത് ഒരു സിംഹഗർജനമാണ്. അത് ഗർജിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ഒരു തരത്തിലും തടയിടാനും തടയാനും, അവിടെ കയറി തോന്നിയാസം കാണിക്കാനും ഇവിടുത്തെ ഇന്ത്യയിൽ ജീവിക്കുന്ന കുറെ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്, അവരെയും സമ്മതിക്കില്ല. പാകിസ്ഥാനി തീവ്രവാദി ഗ്രൂപ്പുകളെയും സമ്മതിക്കില്ല. ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഈ ഒരു വിഷയത്തിൽ ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതല്ലേ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ചെയ്യേണ്ടത്? അതായത് ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കാനും നേരിട്ട് വരികയാണ്. സാധാരണ മന്ത്രിമാർ, രാജ്നാഥ് സിംഗോ അമിത്ഷായോ പോകുമായിരിക്കും, അല്ലെങ്കിൽ സൈനിക മേധാവി പോകുമായിരിക്കും, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അങ്ങോട്ട് പോകുമായിരിക്കും. പക്ഷേ പ്രധാനമന്ത്രി നേരിട്ട് വരുന്നു ആ പ്രദേശത്തേക്ക്, ആ പ്രദേശത്തെ സുരക്ഷ നേരിട്ട് ഏകോപിപ്പിക്കാൻ, അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ പുതിയ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ, ഒരുക്കാനായി പ്രധാനമന്ത്രി നേരിട്ട് വരുന്നു എന്നത് ഒരു പൊതുവേദിയിൽ പ്രഖ്യാപിക്കാൻ ധൈര്യമുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടായിരിക്കുന്നു. അതാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. തീർച്ചയായിട്ടും അങ്ങേക്ക് അഭിനന്ദനങ്ങൾ. അങ്ങയുടെ എല്ലാവിധ നീക്കങ്ങൾക്കും രാജ്യത്തെ ജനങ്ങൾ അങ്ങയോടൊപ്പം ഉണ്ടാകും. അങ്ങ് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അങ്ങേക്ക് വേണ്ടിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും പ്രവർത്തിക്കാൻ ഓരോ ഇന്ത്യൻ പൗരനും, രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും അങ്ങേക്കൊപ്പം ഉണ്ടാകും എന്ന്